ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ ഗൗരി ശങ്കരത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് വെറും പൊളിയൊന്നുമല്ല കേട്ടോ, ഒരു ഒന്നൊന്നര പൊളി തന്നെയാണ്. നമ്മുടെ ആരതി മോള് തകർത്ത് അഭിനയിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മുടെ ശേഖറിൻ്റെ കട്ടയും പടവും അടക്കാണ് കേട്ടോ. അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ പോകാം. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ ഗൗരീനെയും ആരതിനെയാണ്. ചേച്ചിക്ക് എങ്ങനെയാ ഇത്രയും ആംഗ്യഭാഷയൊക്കെ കൃത്യമായിട്ട് മനസ്സിലാകുന്നത്? മണിമുത്തശ്ശിയോട് സംസാരിച്ചിട്ട് അങ്ങോട്ടേക്ക് മാറി നിന്നപ്പോഴാണ് ആരതി ഈ ചോദ്യം ചോദിക്കണം കേട്ടോ. അപ്പോൾ അതെ, നീ മുത്തശ്ശിയോട് കുറച്ചു നേരം സംസാരിച്ച് നോക്ക്. നമ്മൾ സ്നേഹത്തിൻ്റെ ഭാഷയിൽ സംസാരിച്ചാൽ മതി, മുത്തശ്ശി പറയുന്നതൊക്കെ നമുക്ക് മനസ്സിലാവും. നീ ഒന്ന് പരീക്ഷിച്ച് നോക്ക് എന്ന് പറഞ്ഞു. ചേച്ചി, ഇന്ന് രാത്രി തന്നെ അവരൊക്കെ തിരിച്ചു വരില്ലേ? എങ്കിൽ നാളെ രാവിലെ തന്നെ ഞാൻ തിരുവനന്തപുരത്തേക്ക് പോയിക്കോട്ടെ എന്ന് ചോദിച്ചു. അപ്പം ശേഖരൻ അപ്പുറത്ത് നിന്ന് ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. അതെ, നാളെ തന്നെ നിനക്ക് പോകണമെന്നുണ്ടോ മോളെ? അല്ല മോളെ, കുറച്ച് ദിവസം കൂടി ചേച്ചിയുടെ കൂടെ ഇവിടെ നിന്നൂടെ എന്ന് ചോദിച്ചു. ചേച്ചിക്കറിയാലോ, എക്സാം തുടങ്ങുകയാണ്. ഇനിയും താമസിച്ചാൽ പ്രശ്നമാകും. ഞാനാണെങ്കിൽ ഒട്ടും പ്രിപ്പയർഡും അല്ല. എനിക്ക് ഇപ്പം ചെല്ലുകയാണെങ്കിൽ ഒരു കാര്യം ഉണ്ടായിരുന്നു. അതെ, ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാം കൂടി ഒരു കമ്പൈൻ സ്റ്റഡി പ്ലാൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ്. അതെ, നാളെ തന്നെ എനിക്ക് ചെല്ലാൻ പറ്റുവാണെങ്കിൽ എനിക്കും ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പോവാന്ന് വിചാരിച്ചത്. അച്ഛനും അമ്മയും രാത്രി എത്തുമല്ലോ. എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യുക, പിന്നെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ വലിയ കുഴപ്പമില്ലാതെ പോയിക്കോളും. മോൾ എന്താണെങ്കിലും പഠിത്തം മുടക്കണ്ട, മോൾ നാളെ തന്നെ പോയിക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ ഒരു നൈറ്റ് കൂടിയേ ആരതി ഇവിടെ ഉള്ളൂ അല്ലേ എന്ന് വിചാരിച്ചിങ്ങനെ ശേഖരൻ കണക്ക് കൂട്ടി തന്നെ നടക്കാണ്. അപ്പോൾ പിന്നെ നമ്മൾ കാണുന്നത് ശ്യാം സാറിൻ്റെ വീട്ടിലാണ്. അപ്പോൾ നമ്മുടെ വേണി ആകെ അപ്സെറ്റാണ്. ആദർശ് അവിടെയുണ്ട് കേട്ടോ. വേണി, എന്നെ അവോയ്ഡ് ചെയ്യണോ എന്ന് ചോദിച്ചു. വേണ്ട കേട്ടോ മത്താപ്പേ, ഒന്നും മിണ്ടണ്ട. നിങ്ങൾ എന്നോട് മിണ്ടാനേ വരണ്ട കേട്ടോ. അതിന് ഇവിടെ നിൻ്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ, ഇരുന്നോ. പക്ഷേ എന്നോട് വർത്തമാനം പറയാനൊന്നും ഇങ്ങോട്ട് വരണ്ട. ഞാൻ ആ ബുക്ക് നോക്കുന്നത് പെണ്ണുങ്ങളുടെ ഫോട്ടോ കണ്ട് ആസ്വദിക്കാനാണെന്നാണോ നീ കരുതിയിരിക്കണത്? അതല്ലേ സത്യം? എന്നാലേ അതല്ല സത്യം. എന്തല്ലെന്നാ നിങ്ങൾ പറയണത്? വേണ്ട കേട്ടോ, എനിക്കൊന്നും കേൾക്കണ്ട കേട്ടോ. വേണി, നീ ഒരു കാര്യം മനസ്സിലാക്കുക. ആ ബുക്കിൽ നല്ല നല്ല ഒരുപാട് ആർട്ടിക്കിൾസ് ഒക്കെ ഉണ്ട്. അത് വായിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ബുക്ക് വാങ്ങിയത്. അല്ലാതെ നീ കരുതുന്നത് പോലെ പെൺപിള്ളേരുടെ ഫോട്ടോ നോക്കാനൊന്നും ആയിരുന്നില്ല. നിന്റെ മത്താപ്പിനെ നിനക്ക് തീരെ വിശ്വാസമില്ലെങ്കിൽ നീ വിശ്വസിക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞു ആദർശ്. അപ്പോൾ എന്നാ പറ, അല്ല ഈ ഡ്രസ്സ് എനിക്ക് ഒട്ടും ചേരണില്ല. അപ്പോൾ ആദർശ് ഒന്ന് ചിരിച്ചു കേട്ടോ. നിനക്കിഷ്ടമുള്ള ഏത് ഡ്രസ്സ് വേണമെങ്കിലും നിനക്കിടാം. പിന്നെടാ മോനെ, ഇപ്പം വലിയ തത്വമൊക്കെ പറയണ ആള് നേരത്തെ എന്നെ കളിയാക്കി ചിരിച്ചതോ? പറയാൻ, ഞാൻ നിന്റെ ഡ്രസ്സിനെ കളിയാക്കി ചിരിച്ചതല്ല. കളിയാക്കിയതല്ലെന്നോ? പിന്നെ നിങ്ങൾ വലിയ ചിരിക്കൊക്കെ ചിരിക്കുന്ന കേട്ടായിരുന്നല്ലോ. അതെന്തിനായിരുന്നു മനുഷ്യ ആ ചിരി അങ്ങനെ ചിരിച്ചത്? പറയേ. അതേ, നിങ്ങൾ എന്തൊട്ടിനാ ചിരിച്ചതെന്ന് മരിയായിട്ട് പറഞ്ഞു കേട്ടോ, ഇല്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറൂട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ആദർശ് വീണ്ടും ചിരിക്കുക കേട്ടോ. അത് പിന്നെ മറ്റൊന്നും കൊണ്ടല്ല എൻ്റെ വേണി, നിൻ്റെ ആ ക്യാറ്റ് വാക്ക് ഉണ്ടല്ലോ, അത് കണ്ടൊന്ന് ചിരിച്ചു പോയതാ. എന്താ പറഞ്ഞത്? അതെ വേണി, നിൻ്റെ ആ നടന്നു വന്നപ്പോൾ കാണിച്ച ആ ആക്ഷൻസ് ഇല്ലേ, അത് കണ്ടപ്പോൾ അറിയാതെ ഞാൻ ചിരിച്ചു പോയതാ. നമ്മുടെ ആക്ഷനൊക്കെ അത്രയ്ക്ക് ബോറായിരുന്നു അല്ലേ? അല്ല എന്ന് പറഞ്ഞു. അപ്പം പിന്നെ എന്തിനാ ചിരിച്ചത്? അല്ല, നല്ല രസമുണ്ടായിരുന്നു നീ. അപ്പം സത്യമായിട്ടും സത്യം, നീ കാണിച്ച ആക്ഷനൊക്കെ ഇല്ലേ നല്ല രസമുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പം ആദർശ് ഇങ്ങനെ റൊമാൻറ്റിക് ആയിട്ടോ. അതെ, നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഞാൻ വെറും വാഷ് ഔട്ട് ടീമൊന്നുമില്ല കേട്ടോ. നിങ്ങൾ എന്നെ കളിയാക്കി തന്നെ ചിരിച്ചതെന്ന് എനിക്ക് മനസ്സിലായിട്ടോ ആദർശേട്ടാ. അല്ല വേണി, സത്യമായിട്ടും അല്ല. അല്ലോണ്ട് പിന്നെ നിൻ്റെ ക്യാറ്റ് വാക്ക് എനിക്ക് ഒരുപാട് ഇഷ്ടമായതുകൊണ്ട് തന്നെയാണ് ഞാൻ ചിരിച്ചത്. എനിക്കത് ഒരിക്കൽ കൂടി കാണണമെന്നുണ്ട്. ഇനി എനിക്ക് വേണ്ടിയിട്ട് ഒരിക്കൽ കൂടി അതുപോലെ ചെയ്യാൻ പറ്റുമോ? അതിന് ആക്ഷനൊക്കെ ആയിട്ട് എന്താ പറ്റുമോ? നിങ്ങളിത് കാര്യമായിട്ട് തന്നെ പറഞ്ഞതാ. പിന്നല്ലാണ്ട് എനിക്കതൊരു ഒന്നുകൂടെ കാണണം എന്ന ആഗ്രഹമുള്ളത് കൊണ്ടല്ലേ. പ്ലീസ് വേണി, പ്ലീസ് എന്ന് പറഞ്ഞു. ശരി. അപ്പോൾ വേണി വേഗം ചാടി എഴുന്നേറ്റും ആളുടെ സങ്കടമൊക്കെ പോയിട്ടോ. ആൾ ഹാപ്പിയായി. ദേ മനുഷ്യ, ദേ ഒരു കാര്യം പറയട്ടെ, ഇനി എന്നെ കണ്ട് കളിയാക്കിയൊന്നും ചിരിക്കരുത് കേട്ടോ. ഇല്ല, ഞാൻ ചിരിക്കില്ല. എനിക്കത് കാണണമെന്ന ആഗ്രഹം കൊണ്ട് തന്നെയാണ്. എന്നാൽ ഒരു കാര്യം ചെയ്യാം, ഞാൻ നടക്കാം. പക്ഷേ അത് നിങ്ങൾ നിർബന്ധിച്ചിട്ടാട്ടോ, അത് മറന്നു പോവല്ലേ. പിന്നെ ഒരു കാര്യം പറയട്ടെ, ഇത് ഈ ഫുൾ ലൈറ്റ് വേണ്ട കേട്ടോ.
അപ്പം ചെറിയ ലൈറ്റ് മതി, എന്താ? ഓക്കെ. അപ്പോൾ വേഗം തന്നെ സ്വിച്ച് ഓഫാക്കി. അപ്പം മെഴുകുതിരിയൊക്കെ കത്തിച്ച് വെച്ച് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടല്ലോ വേണി. വേണി റെഡി, സ്റ്റാർട്ട്. അതെ, മ്യൂസിക് വേണം, അതാണ് പ്രശ്നം. ഓക്കെ, ശരിയാക്കി തരാം. അപ്പോൾ വേഗം ആദർശ് ഫോൺ എടുത്തു, മ്യൂസിക് ഇട്ട് കൊടുത്തു. അപ്പം നമ്മുടെ വേണിയുടെ ക്യാറ്റ് വാക്ക് നടക്കുകയാണ്. ഇത് കണ്ട് ആസ്വദിച്ച് നമ്മുടെ ആദർശ് കേട്ടോ. വേണിയോടുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ അത് ഇരട്ടിയായിട്ട് ഇങ്ങനെ കൂടി വരികയാണ്. അപ്പോൾ ആ വേണിയുടെ ആ നടത്തവും ആ ചിരിയും പിന്നെയുള്ള ആ നോട്ടവും ഒക്കെ ആദർശിൻ്റെ മനസ്സ് കീഴടക്കി എന്ന് പറയുന്നതായിരിക്കും ശരി. പിന്നെ നമ്മൾ കാണുന്നത് ചാരങ്ങാട്ട് വീട്ടിലാണ്. അപ്പോൾ ഗൗരി ഇതേണ്ട അവിടെ നോക്കി നിൽപ്പുണ്ട്. നമ്മുടെ മണിമുത്തശ്ശിയുടെ അടുത്ത് പോയിരിക്കുകയാണ് നമ്മുടെ ശങ്കർ. എന്നിട്ട് മണിമുത്തശ്ശി ഇങ്ങനെ ശങ്കറിൻ്റെ തലയിൽ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മുടെ മുത്തശ്ശി നമ്മുടെ അച്ഛനോട് പറഞ്ഞ് ഒരു പാർലർ അങ്ങോട്ട് സെറ്റാക്കി തരട്ടെ. നമ്മുടെ പാർലറിൽ മുത്തശ്ശിയുടെ മസാജ് ആയിരിക്കും കേട്ടോ ഹൈലൈറ്റ്. എന്ത് രസമാണെന്നറിയോ? അപ്പോഴാണ് നമ്മുടെ ശേഖരൻ ഇറങ്ങി വരുന്നത്. അപ്പോൾ ശങ്കർ അവിടെ ഇരിപ്പുണ്ട്. ഗൗരി മേളിലേക്ക് റൂമിലേക്ക് കയറി പോവുകയും ചെയ്തു കേട്ടോ. അപ്പോൾ ശേഖരൻ വന്നത് തന്നെ ദുരുദ്ദേശത്തോടു കൂടിയാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ശങ്കർ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഗൗരിയോടൊപ്പം ആരതി ഇല്ലല്ലോ. അപ്പോൾ ആരതി തനിച്ചാണ്. എവിടെയാണാവോ? ഒന്ന് നോക്കാം എന്ന് വിചാരിച്ച് ശേഖരൻ അങ്ങോട്ടേക്ക് പോയി. മുത്തശ്ശി നല്ലോണം ഉറക്കം വരുന്നുണ്ട് കേട്ടോ. ഇതേ ഇങ്ങനെ തന്നെയാ കുഞ്ഞിലെയും പണ്ട് മസാജ് ചെയ്ത് തന്നുകൊണ്ടിരുന്നത്. ഞാൻ നല്ല സുഖമായിട്ട് അങ്ങ് ഉറങ്ങുമായിരുന്നില്ലേ, അതേപോലെ തന്നെ കേട്ടോ ഇപ്പോഴും. അപ്പം ശേഖരൻ അന്വേഷിച്ച് തപ്പിപ്പെറുക്കി നേരെ കിച്ചണിലേക്ക് എത്തി. അപ്പോൾ ആരതി കിച്ചണിൽ ഇങ്ങനെ ജോലി ചെയ്യുക കേട്ടോ. ഓഹോ, അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു അല്ലേ ആള്? അപ്പം നേരെ ശേഖരൻ ഇവളോടുള്ള ഒരു ആക്രാന്തം മൂത്തിങ്ങനെ നിൽക്കുകയാണ്. ശേഖരന് ഒരു രക്ഷയില്ല. ഇന്ന് പോകുന്നതിന് മുൻപ് എന്തെങ്കിലും സാധിക്കണം എന്നുള്ള ദുരുദ്ദേശത്തിൽ ചെല്ലുകയാണ് കേട്ടോ. അപ്പോൾ ശേഖരൻ അവിടെ ചെന്നു. ശേഖരൻ ഇങ്ങനെ അപ്പം നിൽക്കുന്നത് കണ്ടപ്പോൾ ആരതി ആകെ പേടിച്ച് നിൽക്കുക കേട്ടോ. ആരതി പോകാൻ തുടങ്ങിയപ്പോഴത്തേനും ആരതിയെ വട്ടം കയറി പിടിക്കുകയാണ്. എന്നിട്ട് ശേഖരൻ ഇങ്ങനെ മൂക്കൊക്കെ പൊത്തി പിടിക്കുകയാണ് കേട്ടോ. മിണ്ടരുത് ആരതിക്കുട്ടി എന്ന് വിളിച്ചു. അപ്പോൾ വേഗം തന്നെ ആരതി ഓടി രക്ഷപ്പെടാൻ നോക്കിയപ്പോഴത്തേനും വായും മൂക്കും എല്ലാം പൊത്തി പിടിച്ച് നേരെ ചേർത്ത് വട്ടം കയറി അങ്ങ് പിടിക്കുകയാണ്. അപ്പോൾ വേഗം തന്നെ ആരതി തള്ളി മാറ്റിയിട്ട് ഓടി രക്ഷപ്പെടുകയാണ്. അപ്പം നീ രക്ഷപ്പെട്ടു കേട്ടോ. പക്ഷേ എനിക്ക് ഇനിയും അവസരം കിട്ടും മോളെ. അന്ന് ഞാൻ എൻ്റെ മോഹം ഞാൻ നടത്തിയിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ആരതി നേരെ റൂമിൻ്റെ അടുത്തേക്ക് ചെന്നു കേട്ടോ. അപ്പോൾ ആരതിക്ക് ആകെ ദേഷ്യമാണോ സങ്കടമാണോ എന്നൊന്നും അറിയില്ല. അപ്പോഴാണ് മനസ്സിലേക്ക് ഒരു കാര്യം ഓടിയെത്തിയത്. നമ്മുടെ ശേഖരൻ നേരത്തെ പറഞ്ഞിരുന്നു, അല്ല മോളെ ഇവരാരും ചോദിച്ചിട്ട് മോളെന്താ കാര്യമൊന്നും സംസാരിക്കാതിരുന്നത്, അതെന്താ? അപ്പോൾ മോക്കും ഇതൊക്കെ ഇഷ്ടമാണല്ലേ? അപ്പം ഈ ഒരു ചോദ്യം മനസ്സിലേക്ക് ഇങ്ങനെ അലയൊടിച്ചിങ്ങോട്ട് വന്നു കേട്ടോ. അപ്പം ഇനി ശരിയാക്കി കൊടുക്കാം. വേഗം ആൾ കണ്ണൊക്കെ അങ്ങ് തൂത്തു കേട്ടോ. എന്നിട്ട് നേരെ അങ്ങോട്ടേക്ക് ചെല്ലാമെന്ന് തന്നെ അങ്ങ് വിചാരിച്ചു. ഇവനിട്ട് ഒരു പണി കൊടുക്കാമെന്ന് തന്നെ വിചാരിച്ചിട്ട് ചെല്ലുകയാണ്. അപ്പോഴത്തേനും നമ്മുടെ ശങ്കറിൻ്റെ അടുത്തേക്ക് ശേഖരനും എത്തുകയാണ്. മുത്തശ്ശി അവിടെ ഇരുന്ന് മസാജ് ചെയ്യുകയാണല്ലോ. അപ്പോൾ വേഗം ചെന്നിട്ട് മുത്തശ്ശി ഈ കുട്ടി ശങ്കരന് മാത്രമല്ല കേട്ടോ, മുത്തശ്ശി എനിക്കും ഒന്ന് മസാജ് ചെയ്ത് തന്നേ. അങ്ങോട്ട് മാറിയിരിക്കടാ, ഞാനും മുത്തശ്ശിയുടെ പേരക്കുട്ടി തന്നെയാ എന്ന് ശേഖരേട്ടൻ ഇങ്ങനെ പറയുകയാണ്. എടോ ചേട്ടച്ചാരെ, താൻ തൻ്റെ പണി നോക്കിയേ, ഇപ്പോഴേ മുത്തശ്ശി എൻ്റെ മസാജിങ് തുടങ്ങിയതേ ഉള്ളൂ കേട്ടോ എന്ന് പറഞ്ഞ് ശങ്കർ അവിടെ ഇരിക്കുക. മുത്തശ്ശി ഇവൻ്റെ കുശുമുണ്ടോ മുത്തശ്ശിയെ? അപ്പോൾ ഭയങ്കര സന്തോഷത്തിലാണ്. ആരതി നേരെ അങ്ങോട്ടേക്ക് അങ്ങ് ചെന്നു കയറി. അപ്പോൾ നമ്മുടെ മണിമുത്തശ്ശിയും ശങ്കറും ശേഖരനും ഒക്കെ ഉണ്ട്. അപ്പോൾ ദേണ്ട നമ്മുടെ പെങ്ങളൂട്ടി വന്നിട്ടടാ എന്ന് പറഞ്ഞു. മോളെ ശേഖരേട്ടന് ഒരു ചായ വേണം കേട്ടോ എന്ന് പറഞ്ഞു. മോള് പോയി ഒരു ചായ ഇട്ടുണ്ടോ വന്നേ എന്ന് പറഞ്ഞു. ഒന്നും നോക്കിയില്ല, ആരതി നേരെ ശേഖരൻ്റെ മുന്നിലേക്ക് ചെന്നു. എന്നിട്ട് അവിടെ ഇരിക്കുകയാണല്ലോ നമ്മുടെ കാരണക്കുറ്റി പുകച്ച് ഒരൊറ്റയടി അങ്ങ് വെച്ച് കൊടുത്തു. അപ്പം ശേഖരന് എന്താണെന്നറിയില്ല, എന്ത് റിയാക്ഷനാണെന്നും അറിയില്ല, ആകെ സ്റ്റക്കായിപ്പോയി. ഒരിക്കലും പ്രതീക്ഷിച്ചതേ ഇല്ല ശേഖരൻ. ശങ്കർ വേഗം ചാടി എഴുന്നേറ്റു കേട്ടോ. അപ്പം ഈ സമയത്താണ് ഇതെല്ലാം കണ്ടുകൊണ്ടാണ് നമ്മുടെ രാധാമണി തങ്കച്ചിയും മഹാദേവനും അങ്ങോട്ടേക്ക് കയറി വരുന്നത്. അപ്പം മുത്തശ്ശി അവിടെ ഇരിപ്പുണ്ട്. ഡി എന്ന് വിളിച്ചു. നീ എന്താടി കാണിച്ചത്? അതിൻ്റെ കാരണം അറിയണമെങ്കിലേ അമ്മയുടെ മോനോട് ചോദിച്ചു നോക്ക് എന്ന് ആരതി രാധാമണിയോട് അങ്ങ് പറഞ്ഞു കേട്ടോ. അപ്പോൾ വേഗം തന്നെ ശേഖരനോടനെ നല്ലപിള്ള ചമയാണ്. ഇതിനു വേണ്ടി ഞാൻ നിന്നോട് എന്ത് തെറ്റാടി ചെയ്തത് എന്ന് ചോദിച്ചു. ഒന്നും ചെയ്തില്ലേ? നിങ്ങളൊന്നും ചെയ്തില്ല അല്ലേ? നിങ്ങളൊന്നും ചെയ്തില്ല അല്ലേ? എന്താ മിണ്ടാതെ നിൽക്കുന്നത് എന്ന് ചോദിച്ചു.
അപ്പം ശങ്കറിന് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടോ. അപ്പോഴാണ് നമ്മുടെ ഗൗരി ഇറങ്ങി വരുന്നത്. ആരതി എന്ന് വിളിച്ചുകൊണ്ടാണ് വരുന്നത്. ഈ അടിയുടെ ശബ്ദമൊക്കെ കേട്ടാണ് അങ്ങോട്ടേക്ക് വന്നത് കേട്ടോ. എന്താ എന്താ ഉണ്ടായത് ആരതി? ചോദിച്ചത് കേട്ടില്ലേ? ശേഖരേട്ടൻ്റെ നേരെ നിന്റെ കൈ ഉയരണമെങ്കിൽ അതിനൊരു ശക്തമായൊരു കാരണം ഉണ്ടാവും. എന്താണെന്നത് എനിക്കറിയണം. നിന്റെ അനിയത്തിക്കുണ്ടല്ലോ അഹങ്കാരമാണ്, അഹങ്കാരം, അല്ലാതെ എന്താ? അപ്പോൾ ഉടനെ നമ്മുടെ ശങ്കർ കയറി അങ്ങ് ഇടപെട്ടു. നിങ്ങൾ ഡയലോഗ് നിർത്തടാ ചേട്ടാ. പെങ്ങളൂട്ടിക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ ആദ്യം പറയട്ടെ, അതിന് ശേഷമാകാം എന്ന് പറഞ്ഞു. മറയും മോളെ, എന്താണെങ്കിലും ഞാൻ നിൻ്റെ കൂടെയുണ്ട് എന്ന് പറഞ്ഞു ഗൗരി. ഇവിടെ വന്നത് മുതൽ ഈ ശേഖരേട്ടൻ എന്നെ വല്ലാണ്ട് വേറെ രീതിയിലാണ് ചേച്ചി നോക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പം തന്നെ ശങ്കറിന് നേരത്തെ കാര്യം പിടികിട്ടിയിരുന്നു. എപ്പോഴും തന്നെ എൻ്റെ പിന്നാലെ തന്നെ കാണും. അറിയാത്തതുപോലെ എൻ്റെ ദേഹത്തൊക്കെ തൊടും ചേച്ചി. എന്താ ഇപ്പോഴും പറയണത്? അപ്പോൾ ശേഖരൻ അയ്യോ വളരെ ഭവ്യതയോടെ ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, ഞാനൊരു വലിയ നല്ല കുട്ടിയാണ് എന്ന് സ്ഥാപിക്കാനായിട്ട് വളരെ സഹതാപത്തിൽ നെറ്റിയൊക്കെ ചുളുക്കി ഇങ്ങനെ നിൽക്കുകയാണ്. ഞാനൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള മട്ടിൽ. അപ്പോൾ ശങ്കറിന് ഏതായാലും എല്ലാം മനസ്സിലായിട്ടുമുണ്ട്. വൃത്തികെട്ട രീതിയിൽ സംസാരിക്കും. പലപ്പോഴായി എന്നോട് അങ്ങനെ സംസാരിക്കുകയും ചെയ്തു. അതുമാത്രമല്ല, ഈ പല തവണ ഞാൻ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചതാ ചേച്ചി. അപ്പോൾ പിന്നെ എന്നെ പല രീതിയിൽ ഉപദ്രവിക്കാൻ ശ്രമിച്ചു. ഇപ്പം നോക്ക്, ഇപ്പം അടുക്കളയിൽ വെച്ച് എന്നെ എന്ന് പറഞ്ഞു. മതി, ഇനി മോള് ഒന്നും പറയണ്ട. ഇതിന് മറുപടി നീ പറയേണ്ടിയിരുന്നത് നിന്റെ കൈ കൊണ്ടായിരുന്നില്ല, നിന്റെ കാലിലെ ചെരുപ്പ് കൊണ്ടായിരുന്നു ആരതി എന്ന് പറഞ്ഞു ഉടനെ ഗൗരി. അപ്പോൾ ഇതെല്ലാം കേട്ടിങ്ങനെ നിൽക്കുകയാണ് അച്ഛനും അമ്മയും. ഇവളെ നീ സ്വന്തം അനിയത്തിയെ പോലെ കേട്ടോ ഞാൻ കണ്ടത്. എൻ്റെ സ്നേഹം ഇവള് തെറ്റിദ്ധരിച്ചതാ. എന്നിട്ട് ഇവള് പറയണേ കേട്ടില്ലേ? അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണതിന് പകരം നീ അവളെ സപ്പോർട്ട് ചെയ്യാൻ വന്നിരിക്കുകയാണോടി എന്ന് ചോദിച്ചു ഗൗരിയോട് ശേഖരൻ തട്ടിക്കയറുകയാണ്. മനസ്സറിയാത്ത കാര്യത്തിന് എന്നെ ഇവളെ തല്ലിയതിനുള്ള ശിക്ഷ ഇവൾ അനുഭവിച്ചേ തീരൂട്ടോ എന്ന് പറഞ്ഞു. എന്നിട്ട് നമ്മുടെ ശേഖരൻ കൈയൊങ്ങാണ് ആരതിക്ക് നേരെ. കയ്യെ കയറി വട്ടങ്ങ് പിടിച്ചു. പുലിയായിട്ട് തന്നെ നമ്മുടെ ഗൗരി, നമ്മുടെ ശങ്കർ ഭായിയുടെ അല്ലേ ഭാര്യ, അപ്പം പിന്നെ എന്താണെങ്കിലും പുലിക്കുട്ടി തന്നെ ആയിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കയ്യെ കയറി അങ്ങനെ പിടിച്ചിട്ടങ്ങ് നിൽക്കുകയാണ്. ഇത് കണ്ട മഹാദേവനും രാധാമണിയൊക്കെ നിൽക്കുക. ഒരു പെണ്ണ് തിരിച്ച് പ്രതികരിച്ചപ്പോൾ പൊള്ളുന്നുണ്ടല്ലേ നിങ്ങൾക്ക്? ആരതിക്ക് നേരെ കൈ ഉയർന്നാൽ ഞാൻ അടങ്ങിയിരിക്കുമെന്ന് നിങ്ങൾ കരുതണ്ട, മനസ്സിലായോ? അപ്പം മുത്തശ്ശിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. മുത്തശ്ശി മണി ഇങ്ങനെ കിലുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടിട്ട് ശേഖരൻ്റെ കൈ അങ്ങ് പിടിച്ച് താഴെ ഇട്ടു ഗൗരി. എന്നിട്ട് ഇങ്ങനെ നിൽക്കുക. അയ്യോ ഞാൻ അടങ്ങിയിരിക്കില്ല. എന്താണോ എൻ്റെ മരുമോൾ അങ്ങനെ പറഞ്ഞത്? അപ്പം മഹാദേവൻ്റെ വകയായി അടുത്തത്. എടി മരുമോളെ, നിൻ്റെയേ ഈ ചരിത്രം എന്താന്ന് ഞങ്ങൾക്ക് നന്നായി അറിയാട്ടോ. അതുപോലെ തന്നെയായിരിക്കും നിൻ്റെ അനിയത്തിയും. നിൻ്റെ അനിയത്തിക്ക് അതിനൊന്നും മാറ്റം വരാൻ സാധ്യതയില്ലല്ലോ എന്ന് പറഞ്ഞു. പ്രൊഫസറുടെ മോളെ നിന്നെ ഞാൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം കേട്ട് ഗൗരി എന്നിട്ട് ജീവിതത്തിൽ ഇന്നേ വരെ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, പക്ഷേ അതാരെയും ബോധ്യപ്പെടുത്താൻ തൽക്കാലം എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞു. വിശ്വാസം എന്ന് പറയുന്നത് ഉണ്ടാക്കിയെടുക്കേണ്ടതല്ലോ, താനെ ഉണ്ടാവേണ്ടതല്ലേ, അത് അവനവന് തോന്നേണ്ടതല്ലേ. എടി പൊന്നു മോളെ, എടി മരുമോളെ, ശേഖരൻ്റെ ഭാഗത്തെ ഒരു തെറ്റുമില്ല എന്ന് പറഞ്ഞു മഹാദേവൻ. അപ്പം ഇതൊക്കെ കേട്ടിങ്ങനെ ശങ്കർ മിണ്ടാതെ കുറേ നേരം നിൽക്കുക. സ്വന്തം പെങ്ങളാന്ന് കണ്ടിട്ട് അവൻ ഒരിത്തിരി സ്വാതന്ത്ര്യം എടുത്തു. അതിനെ നിൻ്റെ അനിയത്തി എന്തുട്ടാ അവനോട് കാണിച്ചത്? പറയടി എന്ന് ചോദിച്ചു. അച്ഛൻ ഇപ്പോഴും നമ്മുടെ ചേട്ടച്ചാരൻ ന്യായീകരിക്കുകയാണോ എന്ന് ചോദിച്ചു ശങ്കർ. എടാ കുട്ടി ശങ്കര, ഈ ചാരങ്ങാട്ട് വീട്ടിൽ വച്ചിട്ടാ നിൻ്റെ ഈ ചേട്ടനെ ഈ നരന്ത് പെണ്ണ് കൈനീട്ടി അടിച്ചിരിക്കുന്നത്. അതിലൊരു തെറ്റും എനിക്ക് തോന്നുന്നില്ല കേട്ടോ അച്ഛാ എന്ന് പറഞ്ഞു. അപ്പം പെൺപിള്ളേരായാലേ ഇങ്ങനെ തന്നെ വേണം. തെറ്റുള്ള കണ്ടവരെ അപ്പം തന്നെ അടിക്കണം, തെറ്റ് ചെയ്യുന്നവനെ അടിക്കണം. അതാണ് പെൺപിള്ളേർ. അപ്പം മണിമുത്തശ്ശി വീണ്ടും മണികിളിക്ക് ഇഷ്ടപ്പെട്ടു. ആരതി മോളെ, നീ എന്തിനാ കരയണത് എന്ന് ചോദിച്ചോ. കരയേണ്ടത് മോളല്ല, ഈ ചേട്ടച്ചാരല്ലേ. പിന്നെ മോളെന്തിനാ? തെറ്റ് ചെയ്തവരാ കരയേണ്ടത്, നീ അല്ലട്ടോ. നീ കരച്ചിൽ നിർത്ത് എന്ന് പറഞ്ഞു ശങ്കർ കട്ട സപ്പോർട്ടായിട്ട് കൂടെയുണ്ട് കേട്ടോ. ഓഹോ, അപ്പം തെറ്റ് ചെയ്തത് എൻ്റെ മോനാ. ഇവള് നിന്റെ ചേട്ടനെ തല്ലിയതിൽ ഒരു സങ്കടമില്ല ശങ്കരെ നിനക്ക് എന്ന് ചോദിച്ചു രാധ.
അതെ, ആരതി എൻ്റെ ചേട്ടച്ചാരുടെ ചെകിടത്തടിച്ചതേ. ഷോ, മോശമായി പോയി എന്ന് പറഞ്ഞു. അപ്പം ഒന്ന് ഞെട്ടിപ്പോയി കേട്ടോ. ചെകിടത്തായിരുന്നില്ല അന്ന് അടിക്കേണ്ടിയിരുന്നത്, തോലമണ്ട തല്ലിപ്പൊളിക്കുക ചെയ്യേണ്ടിയിരുന്നത് എന്നാണ് മറുപടി വന്നത്. അപ്പം ഇങ്ങനെ നോക്കി നിൽക്കുക. എടി, ഇനി ഒരു നിമിഷം നീ എൻ്റെ വീട്ടിൽ നിൽക്കാൻ പാടില്ല. ഇപ്പം ഈ നിമിഷം നീ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങണം. ഇറങ്ങടി എന്ന് പറഞ്ഞു രാധ. അപ്പം ഗൗരി പറയാണ്, അമ്മ ഒരു സ്ത്രീയാണ്, ഒരമ്മയാണ്. ഈ കാര്യത്തിൽ അമ്മ ആരതിക്കൊപ്പം ആയിരുന്നു നിൽക്കേണ്ടിയിരുന്നത് എന്ന് പറഞ്ഞു. ഞാൻ എന്ത് ചെയ്യണമെന്ന് നീ എന്നെ പഠിപ്പിക്കാൻ വരണ്ട എന്ന് പറഞ്ഞു. അപ്പം ശങ്കർ ഇത് കേട്ട് എന്നിട്ട്, ശേഖരേട്ടനൊപ്പം നിൽക്കാനായിട്ട് അമ്മയ്ക്ക് ഉളുപ്പ് തോന്നുന്നില്ലേ? ശേഖരേട്ടൻ്റെ ഭാഗത്തു നിന്ന് ഇങ്ങനൊരു തെറ്റുണ്ടായപ്പോൾ നമ്മൾ ആരതിക്കൊപ്പം നിൽക്കണമായിരുന്നോ? നിങ്ങൾ ആരെയും ഒരു കാലത്ത് തിരുത്താൻ പറ്റില്ല എന്ന് തന്നെ ശങ്കർ ഇങ്ങനെ പറയാം കേട്ടോ. മോളെ ആരതി, നീ വേഗം റെഡിയായേ, ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ടേ ആക്കാം എന്ന് ശങ്കർ ഇങ്ങനെ പറയാണ് കേട്ടോ. നാണം കെട്ട കന്നാലി, സ്വന്തം ചേട്ടനെ തല്ലിയ പെണ്ണിനെയാണോ നീ ഇപ്പോൾ ഒക്കത്തെടുത്ത് വെച്ചുകൊണ്ട് പോവാൻ പോണത് എന്ന് ചോദിച്ചു. അച്ഛാ, 100% ശരിയെന്ന് തോന്നിയ കാര്യങ്ങൾ മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ. അതിലിപ്പോൾ അച്ഛൻ എന്നിട്ടാ പ്രശ്നം എന്ന് ചോദിച്ചു. ദേ, ഞാൻ ന്യായം നോക്കാനാണെങ്കിൽ അപ്പം ഈ കാണിച്ച വൃത്തികേടിന് അച്ഛൻ ശേഖരേട്ടനെ ശിക്ഷിക്കണം. എന്നിട്ടാ അച്ഛാ, അച്ഛനെ കൊണ്ട് അത് പറ്റുമോ എന്ന് ചോദിച്ചു. ഇല്ലല്ലോ. അപ്പോഴേ അച്ഛൻ വെറുതെ ഈച്ച ഡയലോഗൊന്നും കാച്ചണ്ട കേട്ടോ എന്ന് പറഞ്ഞു കുട്ടിശങ്കരൻ. അപ്പം ഇങ്ങനെ നിൽക്കണം. ആരതി മോളെ, മോള് ചെന്ന് ഡ്രസ്സൊക്കെ ചെന്ന് പാക്ക് ചെയ്യുക എന്ന് പറഞ്ഞു ശങ്കർ. എന്നിട്ട് ഇവരെ ഇങ്ങനെ നോക്കി കേട്ടോ. അപ്പോൾ ഇങ്ങനെ മീശ പിടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ആകെ സങ്കടമായി നമ്മുടെ ആരതിക്ക്. അപ്പോൾ ഗൗരി ചേർത്ത് തന്നെ പിടിച്ചു കേട്ടോ. പിന്നെ കാണുന്നത് ആരതി ഡ്രസ്സെല്ലാം പാക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആരതി ഗൗരിയോട് പറയുക, ചേച്ചി സോറി. നീ എന്തിനാ മോളെ എന്നോട് സോറി പറയണത്? ചേച്ചിയോട് ഞാൻ നേരത്തെ എല്ലാ കാര്യങ്ങളും പറയേണ്ടതായിരുന്നു. അയാൾ ചെയ്തത് തെറ്റ് തന്നെയാണ്. എങ്കിലും പക്ഷേ നേരത്തെ ഈ കാര്യങ്ങളൊക്കെ നീ എന്നെ ഒന്ന് അറിയിച്ചിരുന്നെങ്കിൽ ഇതൊന്നും ഇവിടെ വരെ എത്തുമായിരുന്നില്ല മോളെ. ഞാൻ അവോയ്ഡ് ചെയ്യുമ്പോൾ അയാൾ പിന്മാറുമെന്നും പിന്നീട് എന്നെ ശല്യപ്പെടുത്തില്ല എന്നും ഞാൻ വെറുതെ തെറ്റിദ്ധരിച്ചതാ ചേച്ചി. അതുകൊണ്ടാണ്. പിന്നെ ചേച്ചിക്ക് അല്ലെങ്കിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിനിടയ്ക്ക് ഞാനിവിടെ ചേച്ചിക്ക് വെറുതെ ടെൻഷൻ തരണ്ട എന്ന് കരുതിയിട്ടാ. പക്ഷേ അതിങ്ങനെയൊക്കെ ആവുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചതേ ഇല്ല ചേച്ചി. ഇതിൻ്റെ പേരിൽ എൻ്റെ ചേച്ചി ഇനി ഇവിടെ എവിടെ എന്തൊക്കെ സഹിക്കേണ്ടി വരും? മോളെ, നീ വിഷമിക്കല്ലേ, അതൊന്നും കുഴപ്പമില്ല കേട്ടോ. നീ ഒരുപാട് സഹിച്ചില്ലേ. ഇതിൽ കൂടുതലൊന്നും ആർക്കും ഒന്നും സഹിക്കാനും ക്ഷമിക്കാനും പറ്റില്ല. അങ്ങനെ അല്ല ചേച്ചി. അതെ, ഞാൻ ചേച്ചിയെക്കുറിച്ചുകൂടെ ഒന്ന് ആലോചിക്കേണ്ടതായിരുന്നു. ഞാൻ ചെയ്തതിലും തെറ്റുണ്ട്. ഞാൻ അത്രയ്ക്ക് ക്ഷമ കെട്ടപ്പോഴാണ് ഞാൻ അറിയാതെ പൊട്ടിത്തെറിച്ചു പോയതാ ചേച്ചി. സോറി. പാടില്ലായിരുന്നു, ഒരിക്കലും ഞാനത് ചെയ്യാൻ പാടില്ലായിരുന്നു. എങ്ങനെയെങ്കിലും എൻ്റെ ചേച്ചിക്ക് വേണ്ടിയിട്ട് ഞാനത് പിടിച്ചു നിൽക്കേണ്ടതായിരുന്നു. ഒരിക്കലും മോൾ അങ്ങനെ ചിന്തിക്കരുത്. നീ എന്നല്ല, ഒരു സ്ത്രീയും അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. അതെന്താണെന്നറിയോ? സ്കൂളിലെ കുഞ്ഞു കുട്ടികൾക്ക് വരെ ബട്ടച്ച് എന്താണെന്ന് അധ്യാപകരെ പഠിപ്പിച്ചു കൊടുക്കാറുണ്ട്. അതുകൊണ്ട് അവർക്ക് പോലും അറിയാം. നമ്മുടെ ദേഹത്ത് അനുവാദമില്ലാതെ ഒരാളെ തൊട്ടാൽ അതിനെ ആരാണെങ്കിലും നമ്മൾ അറിയിക്കേണ്ടവരെ അറിയിക്കുക തന്നെ ചെയ്യണം. മനസ്സിലാകുന്നുണ്ടോ? ഇത്തരം കാര്യങ്ങൾ ഒരിക്കലും മറച്ചു വയ്ക്കാൻ പാടില്ല. മനസ്സിലായോ ആരതിക്ക്? മനസ്സിലായി ചേച്ചി, എനിക്കെല്ലാം മനസ്സിലായി ചേച്ചി. ഇനി ഞാൻ ഒരിക്കലും ഇത് ആവർത്തിക്കില്ല. ഇതുപോലൊരു സന്ദർഭം ഇനി ഉണ്ടായാൽ ഇനിയും ഞാൻ ഈ തെറ്റ് ആവർത്തിക്കില്ല. നീ അയാൾക്ക് കൊടുത്ത ശിക്ഷ കുറഞ്ഞു പോയി, ഒരെണ്ണം കൂടി നിനക്ക് കൊടുക്കായിരുന്നു എന്ന് പറഞ്ഞു. മോള് ധൈര്യമായിട്ടിരിക്കുക. ഇങ്ങനെ വേണം, പെൺകുട്ടികളായ ഇങ്ങനെ തന്നെ വേണം. പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കണം. നമ്മൾ എവിടെയെങ്കിലും തോറ്റു കൊടുക്കുന്നുണ്ട് എങ്കിൽ അത് സ്നേഹത്തിന് മുന്നിൽ മാത്രമായിരിക്കണം. യഥാർത്ഥ സ്നേഹത്തിന് മുന്നിൽ മാത്രം. മനസ്സിലാവുന്നുണ്ടോ? അവിടെ നമ്മൾ തോറ്റു കൊടുക്കുമ്പോൾ നമുക്കൊരുറപ്പുണ്ട്, തിരുത്താൻ കഴിയും എന്നുള്ളൊരു ഉറപ്പ്. ആ ഒരു മറ്റൊരിടത്തും നമ്മൾ തോറ്റു കൊടുക്കരുത്. നിശബ്ദരാവരുത്. നിശബ്ദരായാൽ നമ്മളെ അടിച്ചമർത്തിക്കളയും. പക്ഷേ ചേച്ചിയോട് ഇനി യുദ്ധം തുടങ്ങില്ലേ ചേച്ചി എന്ന് ചോദിച്ചു. നോക്കാം, മോള് വിഷമിക്കണ്ട. പിന്നെ ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും നമ്മുടെ വീട്ടിൽ തൽക്കാലം പറയണ്ട കേട്ടോ ചേച്ചി. അതെന്താണെന്ന് വെച്ചാൽ ഞാനും തൽക്കാലം അവരോടൊന്നും പറയില്ല കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ അച്ഛനും അമ്മയ്ക്കും ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും സഹിക്കാൻ കഴിയില്ല. അവർ പിന്നീട് വലിയ സങ്കടത്തിലാവും. ചേച്ചി ഇവിടെ സന്തോഷമായിട്ടും സുഖമായിട്ടാണ് കഴിയുന്നതെന്ന് നമ്മുടെ അച്ഛനും അമ്മയും വിചാരിച്ചോട്ടെ.
എന്ന് പറഞ്ഞു. അപ്പോൾ ആരതിയെ ചേർത്ത് നിർത്താണ് ഗൗരി. അപ്പോൾ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ടെത്താം. ബൈ ആൻഡ് സീ യു അഗെയിൻ.